സഞ്ജു സാംസനാണോ ഇന്ത്യയെ രക്ഷിച്ചത്? സഞ്ജു സാംസൺ ആരാണ്? സഞ്ജു സാംസനെ എനിക്ക് അറിയത്ത് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചെകുത്താൻ എന്നുള്ള ഒരു വ്യക്തിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൻ വൈറലാണ്. അപ്പോൾ എനിക്ക് ചെകുത്താൻ എന്നുള്ള ആ ഒരു വ്യക്തിയോട് ചോദിക്കാനുള്ള കാര്യം, സഞ്ജു സാംസൺ ആരാണെന്ന് ഈ ലോകത്തിനകത്ത് മിക്ക ജനങ്ങൾക്കറിയാം. പക്ഷെ ചെകുത്താൻ ആരാണെന്ന് ഈ ട്രിവാൻഡ്രം ജില്ലയുടെ അകത്തോ ഇല്ലാന്നുണ്ടെങ്കിൽ ഏറിപ്പോയ കേരളത്തിൻ്റെ അകത്തോ നിന്നെ അറിയാമായിരിക്കും കുറച്ച് ആൾക്കാർക്ക്. അപ്പം സഞ്ജു സാംസനെ നീ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ നീ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എന്താന്ന് പറഞ്ഞാൽ പല ആക്ടർമാരെയും കേരളത്തിൻ്റെ അകത്തായിരുന്നാലും ഇന്ത്യയുടെ അകത്തായിരുന്നാലും പല ആക്ടർമാരെയും വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ആറാട്ടണ്ണനും ജോസ് അലൻ പെരേരയുമായിരുന്നു നിന്റെ വലം കൈ. അപ്പോൾ പൊതുജനങ്ങൾക്ക് അറിയാം നിനക്ക് മാനസികമായിട്ട് എന്തോ കുഴപ്പങ്ങളുണ്ട്. ആ പൊതുജനങ്ങൾ സഞ്ജു സാംസൺ എങ്ങനെയാണ് രക്ഷകനായി എന്ന് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഈ പോയ വെസ്റ്റ് ഇൻഡീസ് അതുപോലെ ഇംഗ്ലണ്ട് തമ്മിലുള്ള മത്സരങ്ങളിൽ സഞ്ജു സാംസൺ അത്യാവശ്യം സ്കോർ നേടാൻ പോയിട്ടാണ് ഇന്ത്യ ജയിച്ചത്. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല സഞ്ജു സാംസനെ വലിയ ഒരു മിലിറ്ററി അങ്ങോട്ട് യുദ്ധത്തിലൊന്നും ജയിച്ചിട്ട് വന്നതല്ല. ഇങ്ങനെ ഇത് ഒരു കാരണമായതുകൊണ്ടാണ് പൊതുജനങ്ങൾ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ സഞ്ജു സാംസൺ ഈ പോയ 2-3 മത്സരങ്ങളിലൊക്കെ മുൻപിലത്തെ മത്സരങ്ങളിലൊക്കെ സഞ്ജു സാംസൺ സ്കോറുകൾ നേടാൻ സാധിക്കാതെ ഔട്ടായി പോകുമ്പോഴേ നമുക്ക് നല്ല ഫീലിംഗ് ആണ്. ഒന്നാമത് നമ്മൾ ഇന്ത്യക്കാരനാണ്, രണ്ടാമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരനും കൂടെയാണ്. അപ്പോൾ സഞ്ജു സാംസൺ വിഴിഞ്ഞത്ത് ഒരു ക്ലബിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വന്നപ്പോഴേ എനിക്ക് ഭാഗ്യത്തിന് ഒരു ഫോട്ടോ സഞ്ജു സാംസന്റെ കൂടെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫോട്ടോയാണ് ഈ പോയ 2 മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസും അതുപോലെ ഇംഗ്ലണ്ട് അവർ തമ്മിലുള്ള ആ ഒരു മത്സരത്തിൽ ഞാൻ രാവിലെ ആകുമ്പോഴത്തേക്ക് സഞ്ജു സാംസൺ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പ്രഭാത കർമ്മത്തിലോട്ട് ഞാൻ കടക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇന്നെങ്കിലും സഞ്ജുവിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ത്യ ജയിക്കണം എന്നുള്ള ഒരു ഊഹം മാത്രം തന്നെയാണ്. അപ്പോൾ അത് കാരണം ആ 2 മാച്ചും ഞാൻ നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ അന്നത്തെ ദിവസങ്ങളിൽ ആ വീഡിയോ പോസ്റ്റ് ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടുകാർ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മുടെ ഒരു പ്രധാന സംഭവം എന്താന്ന് പറഞ്ഞാൽ ഇന്ന് മാർച്ച് 8-ാം തീയതി ന്യൂസിലൻഡും ഇന്ത്യയും തമ്മിലുള്ള 2020 ഫൈനൽ മത്സരം നമ്മുടെ ഈ വിഴിഞ്ഞം വലിയടപ്പുറം സെന്റ് അലോഷ്യസ് ഗ്രൗണ്ടിൽ വിഴിഞ്ഞം ഗ്രൂപ്പിന്റെ സാന്നിധ്യത്തിൽ വലിയൊരു ബിഗ് സ്ക്രീനിൽ ഇവിടെ ആ മാച്ച് നടക്കുന്ന സമയം പ്രദർശനം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തുള്ള ആൾക്കാരായിരുന്നാലും ഈ ഏരിയയിൽ എവിടെ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ക്രിക്കറ്റ് പ്രേമികളായിട്ടുള്ള ആൾക്കാർ എവിടെയൊക്കെ ഉണ്ടോ എല്ലാവരും നിങ്ങൾ നമ്മുടെ സെന്റ് അലോഷ്യസ് ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിഗ് സ്ക്രീനിൽ നമ്മുടെ 2020 വേൾഡ് കപ്പ് ന്യൂസിലൻഡ് ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു മാച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, നിങ്ങൾ നേരെ അവിടെ വരിക. അപ്പോൾ സഞ്ജു സാംസനെ വിമർശിച്ചു കഴിഞ്ഞാലും സൂര്യനെ നോക്കി പട്ടി എത്ര തന്നെ കുരച്ചു കഴിഞ്ഞാലും ആ സൂര്യന് ഒരു ഛേദവും സംഭവിക്കത്തില്ല, ആ പട്ടിയുടെ വാ മാത്രമേ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് അല്ലേ മോളെ? അപ്പോൾ എല്ലാവർക്കും ടാറ്റ അങ്ങനെ പറയുന്നത്. ഓക്കെ, ബൈ ബൈ.